എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടെ പേരിൽ വ്യാജ പ്രചരണം. പരാതി നൽകി അഡ്വക്കേറ്റ് കെ.എസ്. അരുൺകുമാർ. കെ.എസ്.ആർ.ടി.സിയിലെ വനിതകളുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടെ പേരിൽ വ്യാജ പ്രചരണം. സൗജന്യം സ്വീകരിക്കില്ലെന്നും പണം കൊടുത്ത് യാത്ര ചെയ്യുമെന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതായാണ് കാർഡുകൾ പ്രചരിച്ചത്. സംഭവത്തിൽ അഡ്വക്കേറ്റ് കെ.എസ്. അരുൺകുമാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസിനാണ് പരാതി നൽകിയത്. കവിത സുരേഷ്, ടോമി വൈരാണിക്കൽ, ജിൻസ് തുടങ്ങിയ പ്രൊഫൈലുകൾക്കെതിരെയാണ് പരാതി നൽകിയത്. കാർഡുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് തടയണമെന്നാണ് ആവശ്യം. എരുവ കിഴക്ക് ആശാന്റയ്യത്ത് വീട്ടിൽ അനിൽകുമാറിനെ സമീപത്തെ പൊതുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കായംകുളത്തെ സ്വകാര്യ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഇദ്ദേഹം സാധാരണയായി രാത്രി വൈകിയാണ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്താറുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അനിൽകുമാറിനെ കാണാതായതിനെ തുടർന്ന് സുഹൃത്തുക്കൾ വിവിധയിടങ്ങളിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് എരുവ ക്ഷേത്രത്തിന് കിഴക്കുള്ള പൊതുകിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. KPCC അംഗം A. അരവിന്ദനെതിരെയാണ് താമരശ്ശേരി പോലീസ് കേസെടുത്തത്. താമരശ്ശേരി പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ സ്ഥാപനം നടത്തുന്ന യുവതിയാണ് ഇയാൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത്. അരവിന്ദൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലയളവിൽ അനുമതി നൽകി പ്രവർത്തനം ആരംഭിച്ച യുവതിയുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തന കാലാവധി അടുത്ത മാസം 14-ന് അവസാനിക്കാനിരിക്കെ കാലാവധി നീട്ടിക്കിട്ടാനായി പഞ്ചായത്തിൽ ശുപാർശ ചെയ്യണമെന്ന് ഇവർ അരവിന്ദനോട് ഫോണിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനായി തന്റെ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തുകയായിരുന്നു അരവിന്ദൻ. ഓൺലൈൻ നടപടിക്രമം അട്ടിമറിച്ച അധ്യാപകരുടെ സ്ഥലമാറ്റം. ഉത്തരവ് പരിശോധിക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. പല ഘടകങ്ങൾ നോക്കിയാണ് സ്ഥലമാറ്റമെന്നും ചില സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. സെൻസസ് ഡ്യൂട്ടി ഇല്ലാത്തവരെ കണ്ടെത്തണമെന്നും ബന്ധപ്പെട്ട ഉത്തരവ് പരിശോധിക്കാമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം UDF അധികാരത്തിൽ വന്ന ശേഷം അധ്യാപക സ്ഥലം മാറ്റം താറുമാറായെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ തോൽപ്പിച്ചത് ഭരണവിരുദ്ധ വികാരമെന്ന് CPI റിപ്പോർട്ട്. UDF-ന് അനുകൂലമായി രാഷ്ട്രീയം മാറ്റിയത് ഭരണത്തിനെതിരായ വികാരമാണെന്നും തോൽവിക്ക് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളാണെന്നുമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അവതരിപ്പിച്ചു. പാർട്ടിയുടെ നിലപാടുകൾക്ക് പിന്നാലെ ന്യൂനപക്ഷങ്ങൾ അകന്നത് തിരിച്ചടിയായെന്നും UDF ആണ് മെച്ചമെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം. കൂടാതെ CPIയുടെ തോൽവിക്ക് സ്ഥാനാർത്ഥി നിർണയവും കാരണമായെന്നാണ് വിലയിരുത്തൽ.